നോക്കിയേ, നോക്കിയേ എന്തുവാന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? തെരണ്ടിയാണേ, തെരണ്ടിയുടെ തല. അപ്പോൾ ഗൈസ്, ഇത് നമ്മൾ തെരണ്ടിയുടെ തല കറി വെക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വാ, അടിച്ച് കയറി വാ എല്ലാവരും. അപ്പം നമുക്കിത് വൃത്തിയാക്കി എടുക്കാവേ. അതിനുവേണ്ടി നമ്മളിതിൻ്റെ തൊലി കട്ട് ചെയ്യുവാണേ. തൊലിക്ക് ഒരു അരവുള്ളതാണ്, അത് നമ്മൾ കട്ട് ചെയ്ത് കളയണം. അത് ഇത്തിരി പാടാ, പക്ഷേ ഇത് നമുക്ക് നല്ല എളുപ്പമായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. എന്താ കാശുട്ടാ, മുട്ടായി ആണോ? തരാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ മിക്സിയിലിട്ട് ചതച്ചെടുക്കാം നമുക്ക്. നമ്മളിന്ന് തിരണ്ടി വാങ്ങിയേ, തിരണ്ടിയുടെ തലയാണ് നമ്മളിത് വാങ്ങിച്ചിട്ടുള്ളത്. അത് നമ്മൾ കറി വെക്കാൻ പോവുകയാണേ. അതിനുവേണ്ടി നമ്മൾ കൊച്ചുള്ളിയാണ് കൂടുതൽ എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ വേപ്പില, ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ചതച്ചത്, 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, 1.5 തക്കാളി. ഇത്രയും കൂടെ നമുക്ക് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കാമേ. സ്പൂൺ മഞ്ഞൾപ്പൊടിയെ, 1/4 സ്പൂൺ കുരുമുളക് പൊടിയെ. കുരുമുളക് പൊടി ഇച്ചിരി കൂടുതൽ വേണം കേട്ടോ. 1 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, കാശൂട്ടിനാണ് പെട്ടെന്ന് എടുത്തിട്ട് കേട്ടോ. 1/2 സ്പൂൺ ഇട്ട് കൊടുക്കാവേ. 1 സ്പൂൺ മല്ലിപ്പൊടിയെ. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലോട്ട് 1/4 സ്പൂൺ ഉലുവയെ, 1 സ്പൂൺ കടുക്. ഇനി ഇതിലോട്ട് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി ഇടാവേ. 3 പച്ചമുളക് അരിഞ്ഞത്, ആവശ്യത്തിന് വേപ്പില. ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ. ഇതൊന്ന് പാടിയ ശേഷം നമ്മൾ കൊച്ചുള്ളി അരിഞ്ഞിട്ടുണ്ട്, അതിട്ട് കൊടുക്കണവേ. നമ്മൾ നേരത്തെ മുളക് പൊടിയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലോട്ട് കുടംപുളി ഇട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണവേ. ഉപ്പ് ഇടാം. ഇത് നല്ലതുപോലെ ഇളക്കി കുഴമ്പ് രൂപത്തിലാക്കണേ. ഇനി ഇതിലോട്ട് തക്കാളിക്കായിട്ട് കൊടുക്കുക. തക്കാളിക്കെല്ലാം നല്ലതുപോലെ വാടണം കേട്ടോ. വാടി ഒരു വഴുക പരുവത്തിൽ വരണം, എന്നാലേ കറിക്കൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നമ്മളിത് തലക്കറി വെക്കാനാണ് തിരണ്ടിയുടെ. ഇനി ഈ അരപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാവേ. നല്ലതുപോലെ മൂക്കണം കേട്ടോ. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം നമ്മൾ. അതെ, നമ്മളെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മളങ്ങനെ തലയൊന്നും വാങ്ങിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് തിരണ്ടിയുടെ തല വാങ്ങിച്ച് കറി വെക്കുന്നത്. അരപ്പെല്ലാം റെഡി ആയിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ തിളച്ചിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. അരപ്പെല്ലാം തിളച്ച് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാവേ. നമ്മൾ മീനെല്ലാം ഇട്ട് കൊടുത്ത് നമുക്ക് ഇനി ഇതിലോട്ട് പെരിഞ്ജീരക പൊടി, ഇതാണ് മെയിനായിട്ട് ചേർക്കേണ്ടത്. കാരണം ഇറച്ചിക്കറിക്ക് തുല്യമാണിത്. അതുകൊണ്ട് നമ്മൾ പെരിഞ്ജീരക പൊടി ചേർത്ത് കൊടുക്കാൻ ആരും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് അടച്ച് വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് തുറന്നൊക്കെ നോക്കാവേ. ആദ്യം തന്നെ നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം ഇട്ടതാണ്, എന്നാലും ഇട്ട് കൊടുക്കണവേ. നോക്കാം ഉപ്പും പുളിയൊക്കെ ഉണ്ടോന്നേ. തക്കാളിക്ക് കുറവാന്ന് തോന്നി, അപ്പോൾ ഒരു തക്കാളിക്ക് അവിടെ ഞാൻ അരിഞ്ഞിട്ട് കൊടുക്കുവാണേ. ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞാൽ പെട്ടെന്ന് വെന്തോളുമല്ലോ. അടച്ച് വെക്കുവാണേ. വേവുള്ളതല്ലേ, വേവട്ടെ. നമുക്ക് ദാണ്ട തീയൊക്കെ ഇനി കുറച്ച് വെച്ച് കൊടുക്കാവേ. ഇനി ചെറിയ തീക്കിരുന്ന് വേവട്ടെ. എന്നാലും നമ്മൾ ഉദ്ദേശിച്ച അത്രയും ടേസ്റ്റ് തലക്കറിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. എന്താണെന്നറിയില്ലേ. അപ്പം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഒക്കെ തരണം. എല്ലാവരിൽ നിന്നും ഞാനത് പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഓക്കേ. കറിയുടെ